ഇനിയിപ്പോൾ ഒരു KICRCയുടെ പുതിയൊരു റെഗുലേഷൻ വരാൻ പോകുന്നുണ്ട്. അതിപ്പോൾ പബ്ലിക്കിന് വെച്ചിട്ടുണ്ട്. അത് വരികയാണെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്ത് നിന്ന് കുറെ കൂടി ക്വാളിറ്റി കൂടാനായിട്ടുള്ള സാധ്യതകളാണ്. കാരണം എത്ര മണിക്കൂർ ഓരോരോ കംപ്ലൈന്റുകൾക്കും ടൈം ബൗണ്ട് പറയുന്നുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ 3 മണിക്കൂറിനുള്ളിൽ കറക്റ്റ് ആക്കും, 6 മണിക്കൂർ കറക്റ്റ് ആക്കും, 24 ഹവേഴ്സിനുള്ളിൽ കറക്റ്റ് ആക്കും. പവർ ഫെയിലിയറിന്റെ ഡ്യൂറേഷൻ വരെ ഉണ്ടാവില്ലേ? അതായത് അതാണ് ഡെവലപ്മെന്റിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പൊ കൂടുതൽ സമയം പവർ കട്ട്, പവർ ഫെയിലിയർ വരുന്നെങ്കിൽ നമുക്ക് നോട്ടീസ്, അങ്ങനെ കൃത്യമായിട്ട് ഇപ്പൊ തന്നെ നോട്ടീസൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇനി ആ ഡ്യൂറേഷൻ ഇനിയും കുറയും. നമ്മളൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താൽ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് റെക്ടിഫൈ ചെയ്യാനുള്ളതാണെങ്കിൽ ഒരു 1-2 മണിക്കൂറിനുള്ളിൽ തന്നെ അവര് റെക്ടിഫൈ ചെയ്യുന്ന രീതിയിലേക്ക്. അപ്പോൾ ബാക്കപ്പ് പവർ വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരാം. ഞാൻ കേട്ടത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ കുറെ ഈ ഡീസൽ ജനറേറ്ററുകൾ വരെ ഒഴിവാക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും പല കമേഴ്ഷ്യൽ കാര്യങ്ങളിൽ. കാരണം ഒരു ചെറിയ രീതിയിലാണ് പവർ ഫെയിലിയർ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പൊ അതിനും KICയുടെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അത്തരം നിയന്ത്രണങ്ങളും കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ജനറേറ്ററുകൾക്ക്. അതായത് പവർ ഫെയിലിയർ എന്നുള്ളത് ഒരു ഷോർട്ട് ടൈമിൽ മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പിന്നെ ബാറ്ററി ബാക്കപ്പ് സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും.